ദൈവത്തിന് സ്തോത്രം. വീണ്ടും ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ കടന്നു വരാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യം ലഭിച്ചതിനായി സ്തോത്രം. മനുഷ്യനെ സമൂലമായി മാറ്റിമറിച്ച് അവനെ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം ഈ ഭൂമിയിൽ വെച്ചും ഈ ഭൂമി കടന്നു ചെല്ലുമ്പോൾ സ്വർഗരാജ്യത്തിൽ ദൈവത്തോടുകൂടി കഴിയാനുള്ള വലിയ ഭാഗ്യമാണ് ദൈവം നമുക്ക് ഈ വചന കേൾവി കൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവികമായ ശക്തി ആസ്വദിക്കുവാനും ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ഭൂമിയിൽ ജീവിതത്തെ ക്രമീകരിക്കുവാനും ഈ നല്ല അവസരത്തിനായി എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് തീമോഥെയോസിന് ഈ രണ്ടാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു നോക്കാം. കർത്താവ് സകലത്തിലും നിനക്ക് ബുദ്ധി നൽകുമല്ലോ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എൻ്റെ സുവിശേഷം. വളരെ ലളിതമായി സുവിശേഷം എന്താണെന്നുള്ളത് പൗലോസ് അപ്പോസ്തലൻ ലോകമെമ്പാടുമുള്ള ജനത്തോട് പ്രഖ്യാപിക്കുകയാണ്. എന്താണ് സുവിശേഷം? പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷത്തെക്കുറിച്ച് അനേകർക്ക് പല ചിന്താഗതികളുണ്ടെങ്കിലും കാഴ്ചപ്പാടുകളുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം എന്താണെന്നുള്ളത് അപ്പോസ്തലൻ ഒറ്റ വാചകത്തിലവിടെ പറയുകയാണ്. വികലമായ പല ചിന്താഗതികളും ഈ സുവിശേഷത്തിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിലും വളരെ കൃത്യമായും വ്യക്തമായും അപ്പോസ്തലൻ പറയുന്നു, യേശുക്രിസ്തുവാണ് കേന്ദ്രബിന്ദു. അവിടെ പറഞ്ഞിരിക്കുന്നതാണ്, അവൻ ദാവീദിൻ്റെ സന്തതിയാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, എന്താണ് ദാവീദിൻ്റെ പേര് യേശുക്രിസ്തുവിൻ്റെയുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞതിൻ്റെ കാര്യം? ദാവീദിൻ്റെ സന്തതി എന്ന് പറയാനുള്ള ഒരു കാര്യം എന്നാണ്? ദാവീദിനുള്ള പ്രത്യേകത എന്താണ്? ദാവീദിൻ്റെ വംശാവലിയിൽ ഈ യേശുക്രിസ്തുവിൻ്റെ ജനനം ഇവിടെ പ്രഖ്യാപിക്കാനുള്ള കാരണം എന്താണ്? പ്രിയപ്പെട്ടവരെ, ദാവീദിൻ്റെ ചരിത്രം നോക്കുമ്പോൾ നമുക്കറിയാം, ഒരു തെറ്റായ ജീവൻ നയിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ബാല്യകാലം വളരെ മനോഹരമായിരുന്നു. വളരെ നിഷ്കളങ്കമായ കോമളനായൊരു യുവാവായിരുന്നു. എങ്കിലും ഒരു 10-40 വയസ്സ് കഴിഞ്ഞപ്പോൾ രാജസിംഹാസനത്തിൽ ഇരുന്നപ്പോൾ ദാവീദിന് വലിയ പാളിച്ചകൾ പറ്റി. അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ദാവീദിന് വലിയ പാളിച്ച അതെന്താണെന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമാണ്. കൃത്യമായി ഏത് മനുഷ്യൻ്റെ ഉള്ളിൽ പൈശാചിക ബന്ധനങ്ങളുണ്ട്. അവൻ്റെ പാരമ്പര്യം നോക്കിയാലോ അവൻ്റെ കഴിഞ്ഞകാല ജീവിതം നോക്കിയാലോ ഇതെന്തെല്ലാമാണെങ്കിലും അവനെ സ്വർഗരാജ്യത്തെ കടക്കാൻ സാധിക്കില്ല. വളരെ വ്യക്തമായി ആ യൗവനക്കാരൻ കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് നിത്യജീവൻ്റെ കാര്യം ചോദിക്കുമ്പോൾ യേശുക്രിസ്തുവിനോട് പല കാര്യങ്ങൾ പറയുന്നതെല്ലാം അവനത് അനുസരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അവന് തന്നെ മനസ്സിലായി, എനിക്ക് നിത്യജീവൻ അവകാശമാക്കാൻ സാധിക്കുകയില്ലെന്ന് മനസ്സിലായി. എന്തോ ഒരു കുറവുണ്ടെന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ കുറവാണ് ജീവനുള്ള ദൈവം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നന്നായി ജീവിച്ചാലും തെറ്റുകൂടാതെ ജീവിച്ചാലും സ്വർഗത്തിൽ കടക്കാൻ സാധിക്കുകയില്ല. ദൈവമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ഈ ഭൂമിയിൽ സമാധാനത്തോടെ ജീവിക്കാൻ നമുക്ക് ഒരിക്കലും സാധിക്കുകയില്ല. അവിടെയാണ് ദാവീദിന് ഒരു പാളിച്ച പറ്റിയെങ്കിലും അതിൽ കൂടെ ദാവീദ് ഒരു പാഠം പഠിച്ചു. എൻ്റെ ആളത്തത്തിൽ പാപമുണ്ട്, എൻ്റെ ആളത്തം നല്ലതല്ല, എൻ്റെ പ്രകൃതം നല്ലതല്ല. എനിക്ക് ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ പ്രകടമായ പാപം ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും ദൈവം എന്നെ നോക്കി പ്രസാദിക്കുന്നില്ല. ഒരവസരം വരുമ്പോൾ, പാപത്തിന് ഒരു അനുകൂല സാഹചര്യം വരുമ്പോൾ ഞാൻ വീണു പോകുന്നുള്ളത് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദാവീദ് അതൊരു പാഠമാക്കിയെടുത്തു. പിന്നുള്ള കാലം ദാവീദ് വളരെ കഠിനാധ്വാനം ചെയ്തു. തൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് കാത്തിരുന്ന് ദൈവാത്മാവ് കാണിച്ചു തരുന്നതിന് വേണ്ടി കാത്തിരുന്ന ഒരു കാലം ദാവീദിനുണ്ട്. വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശ്വാസത മാർഗത്തിൽ എന്നെ നടത്തണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമുണ്ട്. എന്നെ പരീക്ഷിക്കണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളെനിക്കൊന്ന് മനസ്സിലാക്കി തരണമേ. മനുഷ്യൻ്റെ അന്തരാത്മാവിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ ആരെക്കാളും അധികം ദാവീദ് കഠിനാധ്വാനം ചെയ്തു. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തല പ്രവൃത്തിയിൽ നാം കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരു കാര്യം വളരെ മനോഹരമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവോട് എഴുതിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിന് 36-ാമത്തെ വാക്യം. ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ച് തൻ്റെ പിതാക്കന്മാരോട് ചേർന്നു ദൈവത്തിൻ്റെ ആലോചന എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ചു. ദാവീദിന് കിട്ടിയൊരു ഭാഗ്യമാണ്. അധികം പേരെക്കുറിച്ച് അങ്ങനെ വേദപുസ്തകം അങ്ങനെ പറയുന്നില്ല. ഒന്നുകൂടെ ആ ഭാഗം ഒന്ന് വായിച്ചേ. ദാവീദ് തൻ്റെ തലമുറയിൽ
ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ച് തൻ്റെ പിതാക്കന്മാരോട് ചേർന്നു ദ്രവത്വം കണ്ടു. ആ ആയുസിൻ്റെ പിന്നീടുള്ള ഭാഗങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന ചുരുക്കത്തിൽ പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, വളരെ അപൂർവമായി കാണുന്ന ഒരു സ്വഭാവമാണ് ദാവീദിൻ്റേത്. ദാവീദിന് കിട്ടിയൊരു ഭാഗ്യം, ശിഷ്ടമുള്ള ആയുസ്. ആദ്യം ചില പാളിച്ചകൾ വന്നെങ്കിലും പിന്നീടുള്ള കാലം ദൈവത്തിൻ്റെ ഹൃദയം എന്താണെന്ന് അറിയാൻ, ദൈവത്തിൻ്റെ ആലോചന എന്താണെന്ന് മനസ്സിലാക്കുവാനും, ആ ആലോചന പ്രകാരം ജീവിതത്തെ ക്രമീകരിക്കുവാനും, ഭൂമി ജീവിക്കുന്ന മനുഷ്യന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുമെന്നുള്ളത് പിൻതലമുറയ്ക്ക് കാണിച്ചു കൊടുത്ത ഒരു ശ്രേഷ്ഠനായ വ്യക്തിയാണ് ദാവീദ്. ദൈവത്തെ പ്രസാദിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ ചുരുക്കമായിട്ടുള്ളൊരു കാര്യമാണ്. ഭൂമി ജീവിക്കുമ്പോൾ മനുഷ്യൻ്റെ ലാക്കും ലക്ഷ്യവും ഈ ഭൂമിയിലെ പല കാര്യങ്ങളും വെട്ടിപ്പിടിക്കാൻ ഓടി നടക്കുമ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു കാര്യം മനുഷ്യൻ്റെ ഹൃദയത്തിൽ പോലും കടന്നു വരാറില്ല സാധാരണഗതിയിൽ. ദാവീദ് അത് നേടിയെടുത്തു. ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ചുരുങ്ങിയ കാലം കൊണ്ട് ആ ദാവീദ് അത് നേടിയെടുത്തു. നമുക്ക് നോക്കാം, 13-22 വാക്യം കൂടെ വായിച്ചു നോക്കാം. അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. ഞാൻ ഇശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യുമെന്ന് അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. ദൈവത്തിന് അത്ര മനോഹരമായ ഒരു വാക്യമാണ് അവിടെ കാണുന്നത്. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളൊരു മനുഷ്യനായി തീർന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നെ കോൾമേർ കടിച്ചൊരു കാര്യമാണ്. ഭൂമി ജീവിക്കുമ്പോൾ അവൻ്റെ കഴിഞ്ഞകാലം എങ്ങനെയാണേലും ശരി, അവന് വേണമെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാം, അവന് വേണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ ലഭിക്കാം, അവന് വേണമെങ്കിൽ പാവം കൂടാതെ ജീവിക്കാം, അവന് വേണമെങ്കിൽ ഒരു വിശുദ്ധനായിട്ട് ജീവിക്കാം, അവന് വേണമെങ്കിൽ സ്വർഗത്തെ ദൈവത്തെ വിളിച്ച ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ദൈവ ഹൃദയപ്രകാരമുള്ളൊരു മനുഷ്യനായിട്ട് ജീവിക്കാം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള ദാവീദിൻ്റെ സന്തതി എന്നാണ് വേദപുസ്തകം പറയുന്നത്. അപ്പോസ്തലൻ പറയുന്നത് അതാണ്. ദാവീദിൻ്റെ സന്തതി. ദൈവം അഭിമാനത്തോടെ പറയുകയാണ്, ഞാൻ ദാവീദിൻ്റെ വേരും വംശവും ഉദയ നക്ഷത്രവുമാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഇത് വായിക്കുമ്പോൾ ദാവീദിൻ്റെ കാര്യം ചിന്തിച്ചാൽ പോരല്ലോ. എന്തുകൊണ്ട് എനിക്കിത് സാധിക്കില്ല? എന്തുകൊണ്ട് എൻ്റെ ഈ ചുരുങ്ങിയ ആയുസ് കൊണ്ട് എനിക്ക് നേടിയെടുക്കാൻ പറ്റുകയില്ല? അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ എത്ര പേരുണ്ട് ഈ കാലഘട്ടത്തിൽ? വളരെ മനോഹരമായ കൂട്ടായ്മയാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. കൊള്ളാം, നല്ല കാര്യം. വചനം ഇഷ്ടം പോലുണ്ട്. പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്ന ഒരു നല്ല കൂട്ടായ്മ. പക്ഷേ സങ്കടം എന്ന് പറയട്ടെ, അധികം പേർക്ക് ഈ ലക്ഷ്യം വരുന്നില്ല. 46-48 കൊല്ലമായി ഞാൻ ഈ കൂട്ടായ്മയിൽ കഴിയുന്നു. എത്ര മനോഹരമായ കൂട്ടായ്മ, എത്ര മനോഹരമായ വചനസൂക്ഷകൾ. ഒരു മനുഷ്യന് സ്വർഗരാജ്യം നേടിയെടുക്കാനുള്ളത് എല്ലാം ഇവിടെയുണ്ട്. ഒരു വിശുദ്ധനായി ജീവിക്കാനുള്ള എല്ലാം ഇവിടെയുണ്ട്. ദൈവം എല്ലാം തന്നാലും മനുഷ്യന് അതിന് താല്പര്യമില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? വേദപുസ്തകത്തിലെ ചരിത്രങ്ങളൊക്കെ നോക്കിയാൽ ദൈവം മനുഷ്യന് കൊടുക്കാനെല്ലാം കാലാകാലങ്ങളിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യനതിന് വില കൽപ്പിക്കുന്നില്ല. മനുഷ്യനത് പ്രധാനപ്പെട്ട കാര്യമായിട്ട് കാണുന്നില്ല. ദാവീദിൻ്റെ സന്തതി അഭിമാനത്തോടെ ദൈവം പറയാണ്, ആ സന്തതി ജനിച്ചു, ഭൂമി ജീവിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. ഇതാണ് സുവിശേഷം എന്ന് പറയുന്നത്. അവൻ്റെ യേശുക്രിസ്തുവിൻ്റെ ജനനം കൊണ്ട് തന്നെ വളരെ കൃത്യമായും വ്യക്തമായിട്ടും പറഞ്ഞു, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കാനൊക്കെ യേശു എന്ന് പേർ വിളിക്കണം. അപ്പോൾ യേശുവിൻ്റെ ജനനം കൊണ്ട് സ്വർഗം ആഗ്രഹിച്ച ഒരേ ഒരു കാര്യം, ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കണം, ജനത്തിൻ്റെ ബന്ധനം അഴിക്കണം. പൈശാചികൻ ഓരോ മനുഷ്യനെയും ബന്ധിച്ചിട്ടിരിക്കുന്നു. അവനെ സ്വർഗരാജ്യത്തിലേക്ക് പോകാതിരിക്കാൻ അവനെ തടയുന്നു. ഈ ലോകത്തിൻ്റെ മോദങ്ങളും ഈ ലോകത്തിൻ്റെ ഭാരവിഷയങ്ങളും ഈ ലോകത്തിൻ്റെ ദുഃഖങ്ങളും അനവധി പ്രശ്നങ്ങൾ അവൻ്റെ മേൽ ഇട്ടിട്ട് ആ നിത്യജീവനുള്ള ലക്ഷ്യം അവൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറ്റിക്കളയുന്നു. ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നുള്ള ലക്ഷ്യം അവൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറ്റിക്കളയുന്നു. ദൈവം ഒരു യാഥാർത്ഥ്യമായിട്ട് അവന് തോന്നുന്നേ ഇല്ല. ആ കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ നൂറ്റാണ്ടിൽ ദൈവം ആവലോടെ ഓരോ വ്യക്തിയെയും നോക്കുകയാണ്. ഞാൻ നിൻ്റെ ഹൃദയത്തിലേക്കൊന്ന് വരട്ടെ, നിൻ്റെ ഹൃദയത്തിൻ്റെ ഗുലുമാലുകളെല്ലാം ഞാനൊന്ന് മാറ്റട്ടെ, പൈശാചിക ബന്ധനം ഞാനൊന്ന് അഴിച്ചു തരട്ടെ. യേശുക്രിസ്തുവിൻ്റെ ജനനം എന്ന് പറയുന്നത് തന്നെ മനുഷ്യനെ സമാധാനം കൊടുക്കാനാണ്. അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ അവർക്ക് സമാധാനത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കാം. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജനനം തന്നെ മനുഷ്യന് സമാധാനം കൊടുക്കാനാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനം കൊണ്ട് തന്നെ അവൻ സന്തോഷം കൊടുക്കാനാണ്. അറിയാം, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ഇന്ന് ബേത്ലഹേം പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. ഒരു വലിയ മഹാസന്തോഷമാണ് ജനത്തിന് പ്രദാനം ചെയ്യുന്നത്. യേശുക്രിസ്തുവിൻ്റെ ജനനം കൊണ്ട് തന്നെ ജനത്തിന് സന്തോഷിക്കണം.
പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൻ്റെ പ്രഖ്യാപനം കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? അത് നാം സ്വീകരിക്കണ്ടേ? അവിടെയാണ് അനേകർ പരാജയപ്പെടുന്നത്. ഈ മഹാസന്തോഷവും ഈ സമാധാനവും എനിക്കും വേണം എന്ന് മനസ്സിലാക്കണം. അന്ന് ഈ സുവിശേഷം ആട്ടിടയന്മാരോടാണ് പറഞ്ഞതെങ്കിലും അവർ വ്യക്തമായ തീരുമാനമെടുത്തു, ഇതെന്താണെന്ന് നമുക്കറിയാൻ നമുക്ക് ബേത്ലഹേമിൽ വരെ പോകണം. അവിടെ ചെന്നു, യേശുക്രിസ്തുവിനെ കണ്ടു, വണങ്ങി, നമസ്കരിച്ചു, സമാധാനത്തോടെ മടങ്ങിപ്പോന്നു. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് നമുക്കിത് സാധിക്കില്ല? എന്തുകൊണ്ട് നമുക്ക് ഈ ലോകത്തെ ചപ്പന്നും ചവറന്നും എണ്ണാൻ കഴിയുന്നില്ല? എന്താണ് ദൈവം വിഭാവന ചെയ്തിരിക്കുക? എന്നെക്കുറിച്ച് ദൈവം കണ്ടിരിക്കുന്ന കാര്യം നിറവേറ്റാൻ എൻ്റെ പക്ഷത്തെ ഞാൻ മുന്നോട്ടിറങ്ങുന്നില്ല. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജനനം അങ്ങനെ. കർത്താവ് ഈ ഭൂമി 33 കൊല്ലക്കാലം ജീവിച്ചു. ഈ 33 കൊല്ലക്കാലം ജീവിച്ചപ്പോൾ യേശു എന്തു പറഞ്ഞു? അവൻ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ: കഷ്ടപ്പെടുന്നവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്: ഞാൻ നിങ്ങൾക്കൊരു നുകം തരും. അത് വളരെ മൃദുവായൊരു നുകം. ഒരു ചുമട് നിങ്ങൾക്ക് തരും, അത് വളരെ ലഘുവായിരിക്കും. ഇത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും പേടിച്ചു പോകും. എല്ലാവർക്കും ആശ്വാസം വേണം, പക്ഷേ യേശുവിൻ്റെ കൽപ്പന പ്രകാരം ജീവിക്കാനുള്ള മനസ്സ് ആർക്കുമില്ല. എൻ്റെ പ്രിയരെ, ഞാൻ ആരെയും കുറ്റം പറയല്ല. ഇതൊക്കെ ഒരു വലിയൊരു ഭാഗ്യമാണ്, ഇതൊക്കെ ഒരു കൃപയാണ്. ദാഹിക്കുന്നവന് കിട്ടും, അന്വേഷിക്കുന്നവനത് കണ്ടെത്തും, മുട്ടുന്നവൻ്റെ മുമ്പിൽ അത് തുറന്നു കിട്ടും. ഈ നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ. അവൻ എനിക്ക് തരും. എനിക്കറിയാം, 22ാമത്തെ വയസ്സിൽ എനിക്ക് മാനസാന്തരം തന്നൊരു ദൈവമുണ്ട്. ഞാൻ നല്ലവനായിരുന്നില്ല, എൻ്റെ കുടുംബവും നല്ലതായിരുന്നില്ല, ദൈവത്തെ വിളിക്കുന്നവരാരുമായിരുന്നില്ല. പക്ഷേ ഞാൻ തകർന്നടിഞ്ഞ് എൻ്റെ യൗവന ജീവിതം നയിച്ചപ്പോഴും ദൈവത്തിന് എൻ്റെ മേലൊരാശ. ഞങ്ങളുടെ വീട്ടിൽ 5 പേരാണ് മക്കൾ. 4 പേരെ മാറ്റി നിർത്തിക്കൊണ്ട് എന്നോട് ദൈവത്തിനൊരു വചനം: മകനെ, നീ എന്തിനാ നശിക്കുന്നത്? നിൻ്റെ ജീവിതം എനിക്ക് തരിക, നിൻ്റെ ഹൃദയത്തിലേക്ക് എന്നെ സ്വീകരിക്കുക, ഞാൻ നിന്നെ ഉയർത്താം. ഇത് ദൈവിക ശബ്ദമായി കേൾക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. അതാണ് എനിക്ക് കിട്ടിയ ഭാഗ്യം. ഞാൻ തകർന്നവനായിരുന്നെങ്കിലും, ഞാൻ ബന്ധനത്തിലുള്ളവനായിരുന്നെങ്കിലും, സകല അശുദ്ധിയും വേണ്ടാതീനവും കോപം എല്ലാം ഉള്ളവനായിരുന്നെങ്കിലും ദൈവം എന്നെ സ്നേഹിച്ചു എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ബുദ്ധിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. ഇങ്ങനെയുള്ള മനുഷ്യനെ കീഴടക്കി അവൻ്റെ ബന്ധനങ്ങളെല്ലാം അഴിച്ചിട്ട് അവനെ സമാധാനവും സന്തോഷവും കൊണ്ട് നിറച്ച് അവൻ ക്രിസ്തു ആരാണെന്നുള്ള അവൻ്റെ നാവിൽ കൂടെ തന്നെ വെളിയിലേക്ക് വരാൻ പാകത്തിന് അവനെ ഉയർത്താനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അനേക യൗവനക്കാരുണ്ട്. ശരിയാണ്, ഞാൻ മാനസാന്തരപ്പെട്ട സമയത്ത് അനേക യൗവനക്കാരുണ്ട്. അവർക്കിതൊന്നും വേണ്ട. അവർക്ക് ലോകം മതി, ജഡിക ഇമ്പങ്ങൾ മതി, യൗവന മോഹങ്ങൾ മതി. ദൈവം അവർക്കൊരു വിഷയമേ അല്ല. എന്തുകൊണ്ട് ദൈവം എനിക്ക് വ്യത്യസ്തമായൊരു കാഴ്ചപ്പാട് തന്നു? അതാണ് ഞാൻ ഭാഗ്യമായിട്ട് കരുതുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചത്. ദൈവത്തെ മാനിച്ചവനെ ദൈവം മാനിക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഈ കണ്ട കാലമൊക്കെയും ആ മാനസാന്തരം നിലനിർത്തി തന്ന എൻ്റെ ദൈവത്തിന് നന്ദിയോടെ ഞാൻ സ്തുതിക്കുകയാണ്. നിസ്സാരമല്ല എൻ്റെ പദവിയെന്ന് എനിക്കറിയാം. സ്വർഗരാജ്യം എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എനിക്ക് വേണ്ടി ഭവനം ഒരുക്കുന്നൊരു കർത്താവുണ്ട്. അവൻ വരും, എന്നെ സ്വീകരിക്കാൻ വീണ്ടും വരും. അല്ലെങ്കിൽ എന്നെ മരണക്കിടക്കയിൽ അവൻ ഓടി വന്നും എന്നെ കൂട്ടിക്കൊണ്ടുപോകും. അതിന് തക്കവണ്ണമുള്ള പ്രാധാന്യം കൊടുത്തും അതിന് തക്കവണ്ണമുള്ള ഗൗരവം കൊടുത്തും ഈ ഭൂമി ജീവിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. വിടുക എന്ന് പറഞ്ഞ പ്രയാസമാണ്, പക്ഷേ ഇത്രയും ലളിതമായൊരു കാര്യമില്ല. ദൈവത്തിൻ്റെ ആത്മാവുള്ള മനുഷ്യനെ എല്ലാം സാധിക്കും. ഒരു ക്രിസ്തുവിനെ കണ്ടൊരു വ്യക്തിക്ക് അവൻ പറയുന്ന വചനം അനുസരിക്കുക എന്നുള്ള പ്രമോദം തന്നെയാണ്. അതൊരു പ്രയാസമുള്ള കാര്യമല്ല. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, മനുഷ്യൻ്റെ പ്രകൃതം ഇങ്ങോട്ട് കിട്ടുക എന്നുള്ളതാണ്. അത് മനുഷ്യനിൽ നിന്നാണെങ്കിലും ദൈവത്തിൽ നിന്നാണെങ്കിലും അത് കിട്ടാനാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്ന മുഴുവനും. എന്നാൽ ദൈവം പറയുന്നത്, നിനക്കുള്ളതെല്ലാം എനിക്കിതാ, ഞാൻ നിന്നെ സഹായിക്കാം. ഇത് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. കാര്യം മനുഷ്യൻ്റെ പ്രകൃതത്തിനെ കീഴ്മേൽ മറിക്കുന്നതാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വ്യാപാരം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഭൂമി ജീവിച്ച കാലത്ത് വ്യക്തമായി കർത്താവ് പറഞ്ഞു, നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു സ്വർഗമുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ട്, നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കാത്തൊരു ദൈവമുണ്ട്. നിങ്ങൾ ഇന്ന് മനം തിരിഞ്ഞാൽ, ഇന്ന് എന്നെ സ്വീകരിച്ചാൽ, എൻ്റെ വചനപ്രകാരം ജീവിതം ക്രമീകരിച്ചാൽ നിങ്ങൾക്ക് സ്വർഗരാജ്യമുണ്ട്. സ്വർഗം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. യേശു ക്രിസ്തു മരിച്ചു. ആർക്ക് വേണ്ടി മരിച്ചു? അതാണ് ഏറ്റവും വലിയ സംഭവം. എൻ്റെ പ്രിയരെ, മനുഷ്യന് സ്വതവേ അവനൊരിക്കലും നല്ലതാകാൻ പറ്റില്ല. ഒരിക്കലും അവന് വചനം അനുസരിക്കാൻ പറ്റില്ല. ഒരിക്കലും അവന് സ്വർഗത്തിൽ കടക്കാൻ സാധിക്കില്ല. കാരണം മനുഷ്യൻ പാപത്തിൻ്റെ പ്രവണതയുള്ളവനാണ്, പാപത്തിൻ്റെ ലാഞ്ചനയുള്ളവനാണ്, പാപത്തിൻ്റെ ബന്ധനമുള്ളവനാണ്.
അവൻ ഒരിക്കലും ദൈവമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുകയില്ല പ്രിയരെ. അതുകൊണ്ടാണ് സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ വീണ്ടെടുക്കാൻ കൊരിന്ത്യർക്ക് 1-ാമത്തെ ലേഖനത്തിൽ അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ മനുഷ്യൻ ദൈവത്തെ തൻ്റെ ജ്ഞാനം കൊണ്ട് കണ്ടെത്താൻ കഴിയില്ലെന്ന് കണ്ടപ്പോൾ പ്രസംഗത്തിൻ്റെ ഭോഷത്തിൽ അവനെ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. പ്രസംഗത്തിൻ്റെ ഭോഷം, ദൈവവചന കേൾവിയിൽ കൂടെയുള്ള മനുഷ്യൻ്റെ രക്ഷ. എന്താണ് ഈ രക്ഷയെന്ന് പറയുന്നത്? മനുഷ്യൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, മനുഷ്യൻ ചെയ്യാനുള്ളതെല്ലാം സ്വർഗം ചെയ്തു കഴിഞ്ഞു. മനുഷ്യൻ്റെ ബന്ധനങ്ങൾ അവനെ ദൈവത്തിൽ നിന്ന് അകറ്റുമ്പോൾ പിതാവായ ദൈവൻ്റെ ബന്ധനം അഴിക്കാൻ ഒരു കാര്യപരിപാടി ചെയ്തു, സ്വർഗീയ കാര്യപരിപാടി. മനുഷ്യനവൻ്റെ പാപത്തിന് പരിഹാരം വരുത്താൻ പറ്റില്ല, കാരണം പാപം ചെയ്യുന്ന അദ്ദേഹം മരിക്കും. അങ്ങനെ മരിച്ചൊരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ അതിന് പരിഹാരം ഉണ്ടാക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. മരണം അവൻ്റെ മേൽ നിൽക്കുകയാണ്. അതുകൊണ്ട് അവന് വേണ്ടി ആരെങ്കിലും ആ മരണം ഏറ്റെടുത്തേ പറ്റുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, പഴയ യഹൂദന്മാരുടെ കാലത്ത് മൃഗബലി വെച്ചതിൻ്റെ ഒരു പ്രതീകം മാത്രമാണ്. കർത്താവായ യേശുക്രിസ്തു പിന്നീട് വന്ന് മനുഷ്യർക്ക് വേണ്ടി യാഗമായി മരിക്കുമെന്നുള്ള കാര്യത്തിൻ്റെ പ്രതീകമാണ് ഈ മൃഗബലി എന്ന് പറയുന്നത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അത് യഹൂദന്മാർ എപ്പാടെ അനുസരിച്ചെങ്കിലും അവർക്ക് അതിൻ്റെ ആന്തരിക അർത്ഥം മനസ്സിലാക്കാൻ സാധിച്ചില്ല. യേശുക്രിസ്തു വന്നിട്ടും ക്രൂശിൽ മരിച്ചിട്ടും അവർക്കത് മനസ്സിലായില്ല. എന്നാൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് മനസ്സിലാകും, എൻ്റെ പാപത്തിൻ്റെ ഭാരങ്ങളും പാരമ്പര്യത്തിൻ്റെ ശാപങ്ങളും ചെയ്തു കൂട്ടിയ സകല കാര്യങ്ങളും യേശുക്രിസ്തു 2000 കൊല്ലത്തിന് മുമ്പിൽ ക്രൂശിൽ തൂങ്ങി മരിച്ചപ്പോൾ അവൻ അതിൻ്റെ ശിക്ഷ ഏറ്റെടുത്തു. പിതാവായ ദൈവനെ തകർത്ത് കളയാൻ പ്രസാദം തോന്നി. അവനെ ദൈവകോപത്തിൽ വെന്തെറിയാൻ വിട്ടുകൊടുത്തു. അങ്ങനെ പാപത്തിൻ്റെതായ ശമ്പളം യേശുക്രിസ്തുവിനെ കൊടുത്തിട്ട് എന്നെ പാപത്തിൻ്റെ ബന്ധനത്തിന് രക്ഷിക്കുകയാണ് യേശുക്രിസ്തുവിനെ മരണം കൊണ്ട് നേടിയെടുത്തത്. പ്രിയരെ, ഇത് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യമാണ്, ബുദ്ധിയുള്ളവർക്ക് ഒട്ടും പിടികിട്ടില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, ജ്ഞാനികൾക്കും വിവേകികൾക്കും മറഞ്ഞു കിടക്കുന്ന രഹസ്യമാണിത്. ശിശു മനസ്സുള്ളവർക്ക് എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് സ്വർഗത്തിൽ പോകണം, ഈ ബന്ധനം അഴിക്കാനാണ് യേശുക്രിസ്തു വന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കർത്താവേ, എനിക്കിതൊന്ന് വെളിവാക്കി തരണമേ, എനിക്കൊരു സുബോധം തരണമേ, എനിക്കൊരു കണ്ണുകാഴ്ച തരണമേ, എല്ലാത്തിനേക്കാളും അട്രാക്റ്റീവായി യേശുക്രിസ്തുവിനെ കാണാൻ എനിക്കൊരു ഭാഗ്യം തരണമേ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങൾക്ക് തരും. ലോകത്തിലെ മനുഷ്യൻ ലോകത്തിലെ നന്മകൾ കാണും, ലോകത്തിലെ സുഖങ്ങൾ കാണും, ലോകത്തിൻ്റെ ആഡംബരങ്ങൾ കാണും, മനുഷ്യമാനങ്ങൾ കാണും. ഇതൊക്കെയാണ് അവൻ്റെ ലക്ഷ്യം. എന്നാൽ ഒരു ദൈവ പൈതൽ സ്വർഗത്തിന് വേണ്ടി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, ആത്മാവിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, യേശുക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞാൽ, യേശുക്രിസ്തു എനിക്ക് എന്ത് ചെയ്തു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ ഒരിക്കലും പിന്നെ ഈ ലോകത്തിലേക്ക് പോവുകയില്ല. അവന് ഏറ്റവും പ്രിയപ്പെട്ടത് യേശുക്രിസ്തുവാണ്. നമുക്കറിയാം, ശബത്തിനേക്കാൾ വലിയവനായവൻ, ദേവാലയത്തേക്കാൾ വലിയവനായവൻ, യോനയേക്കാൾ വലിയവനായവൻ, ശലോമോനേക്കാൾ വലിയവനായവൻ, എൻ്റെ ദൈവത്തിന് സ്തോത്രം, പവിത്രനും നിർമ്മലനും നിർദോഷനും പാപികളോട് വേർപെട്ടവനും 1000ങ്ങളിലും 14ങ്ങളിലും സുന്ദരൻ, വെണ്മയും ചുവപ്പും കലർന്നവൻ. ഇതൊക്കെ വേദപുസ്തകമുണ്ടെങ്കിൽ നമുക്കങ്ങനെ തോന്നാറുണ്ടോ? ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവ് ഇങ്ങനെയൊക്കെ വേദപുസ്തകം പറയുന്നു, എനിക്കൊന്നും തോന്നുന്നില്ലല്ലോ. ഇപ്പോഴാണ് ദൈവം പറഞ്ഞത്, മകനെ സാന്നിധ്യമൊക്കെ തരാം, ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട്, നീ സകലതും വിട്ടുപിരിഞ്ഞേ പറ്റുള്ളൂ. ഞാൻ ദൈവത്തോട് പറയും, ഞാൻ വിട്ടുപിരിയ, സകലം ഞാൻ വിട്ടുപിരിയ, സകലം ഞാൻ വിട്ടുപിരിയ. കർത്താവെ, നിൻ്റെ സാന്നിധ്യം എനിക്ക് വേണം, എങ്കിൽ ഞാൻ നിന്നോട് ഇടപെടാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹിൽ കിടന്ന് ദൈവത്തോട് പ്ലീഡ് ചെയ്യണം, ദൈവത്തോട് മത്സരിച്ച് പിടിക്കണം. ബലാത്കാരികൾ സ്വർഗരാജ്യം ബലാത്കാരം ചെയ്യുന്നു. ആ ബലാത്കാരം ചെയ്യാതെ ഇത് കിട്ടുകയില്ല, വെറുതെ ഒന്നും കിട്ടുന്ന ഒരു കാര്യമല്ല. കാരണം സ്വർഗം ഏറ്റവും വിലപ്പെട്ടതിനെ ക്രൂശിലേക്ക് ഏൽപ്പിച്ചു. ഏറ്റവും പ്രിയപ്പെട്ട യേശുക്രിസ്തുവിനെ മരിക്കാൻ വിട്ടുകൊടുത്തു. ഞാനും ആ ഏറ്റവും വിലപ്പെട്ടത് ഞാനും വിട്ടേ പറ്റുള്ളൂ. എൻ്റെ പ്രിയരെ, എത്ര സുഖകരമായ കാര്യമാണെന്നറിയാം. വിടുക എന്ന് പറഞ്ഞാൽ എന്തൊരാശ്വാസ. ബന്ധനം കഴിയുക, ഭാര്യയുമായിട്ടുള്ള ബന്ധനങ്ങൾ, മക്കളുടെ ബന്ധനങ്ങൾ, പണത്തിൻ്റെ ബന്ധനങ്ങൾ, ഈ ലോകത്തിലെ പല കാര്യത്തോടുള്ള നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ ഹൃദയം രസിക്കുന്ന പല കാര്യങ്ങൾ, ഇതെല്ലാം വേണ്ട, എനിക്ക് യേശു മതി എന്ന് തീരുമാനമെടുത്താൽ സ്വർഗം അവിടെ തീയായിട്ട് ഇറങ്ങി വരും. ഇതെൻ്റെ അനുഭവമാണ് പ്രിയപ്പെട്ടവരെ. യേശു ക്രിസ്തുവിനെ മതിയാവോളം അനുഭവിക്കാനുള്ള ഭാഗ്യം എനിക്ക് തന്നു. പരിശുദ്ധാത്മാവ് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കി തന്നു. ആ പരിശുദ്ധാത്മാവ് കാറ്റിങ്ങനെ അടിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു. ദൈവ സാന്നിധ്യം മാറിപ്പോകാതെ എല്ലാം ചപ്പന്നും ചവറന്നും പൗലോസ് അപ്പോസ്തലൻ എങ്ങനെ എണ്ണിയോ അതും പ്രകാരം കാണാനുള്ള ഭാഗ്യം എനിക്ക് തന്നു. എൻ്റെ ദൈവത്തിന് യേശു ക്രിസ്തു മരിച്ചത് എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തി കഴിഞ്ഞു. ഇനി ഞാൻ ഇതിനെ പേടിക്കണം? പാപം വരാതെ എന്നെ തന്നെ സൂക്ഷിച്ചാൽ മാത്രം മതി. ദൈവകൃപയിൽ ആശ്രയിച്ചാൽ മതി. ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നാൽ മതി. ആത്മനിറവിന് വേണ്ടി കാത്തിരുന്നാൽ മാത്രം മതി. പറയുന്നു, യേശുക്രിസ്തുവിൻ്റെ ജനനം, യേശുക്രിസ്തുവിൻ്റെ ഭൂമിയിലെ ജീവിതം, യേശുക്രിസ്തുവിൻ്റെ മരണം, ഇനി യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു.
എന്തിനാണ് പ്രിയരെ? യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് എന്തിനാണ്? കർത്താവ് വ്യക്തമായിട്ട് പറയുന്നു, ഞാൻ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാനാണ് ഞാൻ പോകുന്നത്. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ വീണ്ടും വരും, ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങളെയും ഇരുത്തുവാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് വലിയൊരു പദവിയാണ്. യേശുക്രിസ്തു പിതാവായ ദൈവം തനിക്ക് കൊടുത്ത ആ പദവി എനിക്കും നിങ്ങൾക്കും വേണ്ടി തന്നിരിക്കുകയാണ്. അതിനെന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് വന്ന് നമ്മളെ നടത്തണം. പിതാവിൻ്റെ സന്നിധിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ചെന്ന് പിതാവിൽ നിന്ന് പ്രാപിച്ച് ഭൂമിയിലേക്ക് അയച്ചു കൊടുത്തു, തനിക്കായി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി. ഈ പരിശുദ്ധാത്മാവിനെ ആർക്ക് വേണം? അവൻ ക്രിസ്തു തന്നെയാണ്. 2000 കൊല്ലത്തിന് മുമ്പ് ജീവിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചില്ല. സാരമില്ല, പേടിക്കണ്ട. ഇന്ന് ജീവിക്കുന്ന ആർക്കും യേശു ക്രിസ്തുവിനെ കിട്ടും. യേശു ക്രിസ്തു അക്ഷരികമായി നമ്മുടെ ഹൃദയത്തിൽ വരും. അവൻ വന്ന് സകല സത്യത്തിലും വഴി നടത്തും. അവൻ വന്ന് സകല സത്യത്തിൽ വഴി നടത്തുക മാത്രമല്ല, എന്നേക്കും നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കും. നമ്മളെ വിട്ടവൻ പോവുകയില്ല. പക്ഷെ നമുക്ക് ആഗ്രഹമുണ്ട്, കർത്താവേ, എൻ്റെ ഹൃദയം വിട്ട് പോകരുത്, എൻ്റെ ഹൃദയത്തിൻ്റെ കുറവുകൾ എനിക്കൊന്ന് കാണിച്ചു തരണം, ഈ ശത്രു ഇനി എന്തെവിടൊക്കെയാണ് അവകാശം പറഞ്ഞ് എനിക്കൊന്ന് മനസ്സിലാക്കി തരണം, പാപത്തിൻ്റെ വേരുകൾ ഇനി എവിടെയുണ്ടെന്ന് എനിക്ക് കാണിച്ചു തരണം. കർത്താവെ, ഞാൻ സ്വല്പമെങ്കിലും ഒരു അശ്രദ്ധയായിട്ട് നിൽക്കുന്ന സമയത്ത് പിശാച് കയറി വരാൻ സാധ്യതയുണ്ടല്ലോ, അതുകൊണ്ട് ആ അലസത എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിത്തരണം. ഒരു കണിക പോലും അസൂയ എൻ്റെ ജീവിതത്തിൽ വരാൻ പാടില്ല, അല്പം പോലും കോപത്തിൻ്റെ ഒരു കണിക വരാൻ പാടില്ല, അശുദ്ധി എന്നെ തൊടാൻ പാടില്ല. കർത്താവ്, ഇതെൻ്റെ ആഗ്രഹമാണ്, എൻ്റെ കൊതിയാണ്, നീ എനിക്ക് തന്നേ പറ്റുള്ളൂ. ഭൂമി ജീവിക്കുമ്പോൾ എനിക്ക് അനുഭവിക്കണം. കടന്നിലുമുള്ള കാര്യം വേറെ കാര്യം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത്ര സമാധാനമുള്ള ജീവിതം വേറെ ഒന്നുമില്ല. ഇത്ര ആശ്വാസമുള്ള ജീവിതം വേറെ ഒരിടത്തും കിട്ടുകയില്ല. എങ്ങും പോകണ്ട, നമുക്ക് ക്രിസ്തു നമ്മുടെ ഏറ്റവും അടുത്ത് തന്നെയുണ്ട്. അവൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. സങ്കടം എന്ന് പറയട്ടെ, വെളിപാട് പുസ്തകം 3:20 ആ വീടിൻ്റെ വാതിൽ തുറന്നായിട്ട് കാണുന്നില്ല. മുട്ടി, പക്ഷേ യേശു മടങ്ങിപ്പോകുന്നു. ഇന്ന് അനേകരുടെ ജീവിതത്തിലെ വചനം കേൾക്കുമ്പോൾ യേശു വന്ന് മുട്ടുന്നുണ്ട്, പക്ഷേ ആ വീട് തുറന്നായിട്ട് നാം കാണുന്നില്ല. എൻ്റെ ഹൃദയം തുറന്നു, നിങ്ങളുടെ ഹൃദയം തുറന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ഹൃദയം തുറന്നു. ഞാൻ എൻ്റെ യൗവനം ജീവിതം കർത്താവിന് കൊടുത്തു. എൻ്റെ ശിഷ്ടമുള്ള ആയുസ് ദൈവത്തിന് കൊടുത്തു. എൻ്റെ ജീവിതം എൻ്റെ യേശുവിൻ്റേതാണ്. ഞാൻ അവൻ്റെ മണവാട്ടിയാണ്, ഒരു സംശയക്കാര്യത്തിനകത്തില്ല. നിർമ്മല കന്യകയാണ്. അവനു വേണ്ടി വിവാഹം നിശ്ചയിക്കപ്പെട്ട കന്യക തന്നെയാണ്. ഒരു കാരണവശാലും ഈ ലോകത്തോടെ ഞാൻ ഇടകലരുകയില്ല. ഞാൻ പാപത്തിന് പിന്നാലെ ഞാൻ പോവുകയില്ല. എനിക്കെൻ്റെ യേശുക്രിസ്തു മതി. എനിക്ക് സ്വർഗരാജ്യത്തിൽ പോയാൽ മതി. പിതാക്കന്മാർ പോയ സ്ഥലത്ത് എനിക്കും പോകണം. കാലഘട്ടം എന്തായാലും, കർത്താവെ, ഈ പരിസരം എങ്ങനെയായാലും, ഈ പ്രകൃതി എങ്ങനെയായാലും, ഇന്നത്തെ ജനറേഷൻ എങ്ങനെയാണേലും എനിക്കൊന്നും ഒരു വിഷയമുള്ളൊരു കാര്യമേ അല്ല. എൻ്റെ ദൈവനെ ഏൽപ്പിച്ചൊരു കാര്യമുണ്ട്, വിശുദ്ധനായി ജീവിക്കുക, ദൈവത്തോടുള്ള ബന്ധമുള്ളനായി ജീവിക്കുക, എപ്പോഴും സന്തോഷിക്കുക, ഇടപെടാതെ പ്രാർത്ഥിക്കുക, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക, ഒന്നിനെക്കുറിച്ചും ഭാരമെടുക്കരുത്. നിൻ്റെ സകല കാര്യങ്ങളും ഞാൻ നടത്തിക്കൊള്ളാം. ദൈവത്തിൻ്റെ തീമത സംരക്ഷണമുള്ളവനായി ഈ ഭൂമി ജീവിക്കുന്ന നിസ്സാരമായ കാര്യമാണോ? അല്ല, ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് ആനൊക്കെ ജീവിച്ച പോലെ ജീവിക്കാൻ പറ്റിയ നിസ്സാരമായ കാര്യമാണോ? എന്തിന് ഭാരപ്പെടണം? എന്തിന് ആകുലപ്പെടണം? എന്തിന് ടെൻഷൻ എടുക്കണം? സമാധാന ജീവിതം നമുക്കില്ലേ? യേശു സമാധാനമാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ഈ മനോഹരമായ അനുഭവം ദൈവം തരട്ടെ. അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളും പ്രാർത്ഥിക്കുക. ഈ മഹാസന്തോഷം നമ്മുടെ ഹൃദയത്തിൽ വന്ന് വാഴട്ടെ. ദൈവത്തിന് സ്തോത്രം.